ഓം നമോ ഭഗവതേ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ജനുവരി മാസ ഫലമാണ്. അത് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശ്യാധിപൻ കൂടിയായ സുഖസ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയായ വ്യാഴം അവിടെ 6ാമിടത്ത് നിൽക്കുന്നു. അത് ചില കാര്യങ്ങൾക്കൊക്കെ ചില ഭാഗ്യാവസ്ഥകൾ തരും. എന്നിരുന്നാലും ചില കാര്യങ്ങൾക്ക് ചില ക്ലേശങ്ങളും സൂചകമാണ്. ഏറ്റവും പ്രധാനമായിട്ട് വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെ കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ നക്ഷത്രക്കാർക്ക് അതിനൊക്കെ ഒരു മാറ്റം, ശത്രുത തീരുന്നതിനും ശത്രുക്കൾക്ക് നാശം സംഭവിച്ച് ഈ നക്ഷത്രക്കാരായിരിക്കുന്ന വ്യക്തികൾക്ക് പ്രവർത്തന രംഗത്ത് അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ഒരു മാസമാണ് 2025 ജനുവരി മാസം. പ്രധാനമായിട്ട് തസ്കരാരാധി വിഘ്നാദി വ്യാധയച്ച തനിക്ഷതി മരണം വാരി ശസ്ത്രേണ ചിന്തനീയം ഷഷ്ടത എന്ന പ്രമാണപ്രകാരം കള്ളന്മാരുടെയും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ, കൊടുത്ത രൂപ പണം തിരിച്ചു കിട്ടുക, പണം കൊടുത്തത് കൊണ്ട് മാത്രം ശത്രുക്കളായി തീർന്നവർ അവർ സൂക്ഷിക്കുന്നു. അതെ, അവർ സൂക്ഷിക്കേണ്ടതാണ്. അവർക്ക് ചില നാശങ്ങൾ വരും. പണം തിരിച്ച് തരുവാനുള്ള മനസ്സ് തോന്നുന്നതിനും ഈ മാസം യോഗമുണ്ട്. അതുപോലെ രോഗാവസ്ഥകളൊക്കെ മാറുക, ശത്രുത മാറുക, അത് കുടുംബത്തായാലും തൊഴിൽ സ്ഥലത്തായാലും സ്വന്തം തൊട്ടടുത്തുള്ള അയൽക്കത്തെ വീടുകളിലൊക്കെ ആയാലും ഉള്ള ശത്രുതാ മനോഭാവം കുറയുന്നതിന് ഈ മാസം യോഗമുണ്ട്. സഹായത്തിന് സുഹൃത്തുക്കളും അതുപോലെ തന്നെ മറ്റ് ഉള്ള ആൾക്കാരുമൊക്കെ വന്നു ചെയ്യും. അധ്യാപകരായാലും മാതാപിതാക്കളുടെയും ഒക്കെ ഒരു സഹായവും സഹകരണവും ഒക്കെ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു മാസമാണ്. സഹപ്രവർത്തകർ, അത് മേലധികാരികളായാലും കീഴ് ജീവനക്കാരായാലും അവരുടെ സഹായങ്ങളൊക്കെ ലഭിക്കുക വഴി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇടപാടുകാരും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇടപാടുകൾ നടത്തുന്നതിനും അത് വിജയിക്കുക വഴി അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. ഒരു ലോട്ടറി ഭാഗ്യമായാലും ഒരു കുറിച്ചിട്ടി അടിക്കുകയോ മറ്റ് കുറഞ്ഞ പലിശയ്ക്ക് ഒരു ലോൺ ശരിയായി കിട്ടുകയോ മറ്റേതെങ്കിലും തരത്തിൽ ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ട് ഒരു സഹായങ്ങളൊക്കെ ലഭിക്കുക, അങ്ങനെയൊക്കെ യോഗമുണ്ട്. വാഹന സംബന്ധമായിട്ടും മറ്റ് ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും. ശുക്രൻ 2ാം ഭാവം, അത് സംസാരഭാവമാണ്. അപ്പോൾ ചിത്രരചനയുമായി ബന്ധപ്പെട്ടോ സാഹിത്യരചനയുമായി ബന്ധപ്പെട്ട് അഭിനയവുമായി ബന്ധപ്പെട്ട് സംഗീതവുമായി ബന്ധപ്പെട്ട് ഉപകരണ സംഗീതവുമായി ബന്ധപ്പെട്ടുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധികൾ പല രീതിയിലും സാമ്പത്തിക നേട്ടങ്ങളും പുതിയ പുതിയ ഉടമ്പടികളും കരാർ ഉടമ്പടികളിലൊക്കെ ചെയ്യുകയും പുതിയ പുതിയ വർക്കുകളൊക്കെ കിട്ടുന്നതിനും ഒക്കെ ഈ ധനുരാശിക്കാർക്ക് യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച്, അതുപോലെ തന്നെ മറ്റ് വിദേശത്ത് പോയിരിക്കുന്നവർക്കും ഒക്കെ അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ഒരു മാസമാണ്. ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് പാസ്സായി ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ ജനുവരി മാസം ധനുരാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ശത്രുതയൊക്കെ മാറുന്നതിന് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നടഗുരുതി വഴിപാടുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. കൂടാതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നാഗരാജാവിനും മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികളും ശ്രേയസ്സും യശസ്സും വന്നു ചേരുകയും ശത്രുക്കളൊക്കെ പോവുകയും അതുപോലെ തന്നെ വിജയങ്ങൾ വന്നു ചേരുകയും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കും. കടങ്ങളൊക്കെ വീടുന്നതിനും യോഗമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക് അതായത് വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും ഒക്കെ നോക്കുന്നതിന് നേരിട്ട് വരികയോ ഓൺലൈനായിട്ടുമൊക്കെ അവസരമുണ്ടായിരുന്നു.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.